ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ കുഞ്ഞു തോട്ടത്തിലുണ്ടായത്, അതായത് ബാൽക്കണിയാണ് കേട്ടോ, അതിലുണ്ടായ നല്ല എരിവുള്ള വെള്ളക്കാന്താരി ചതച്ച ചമ്മന്തി കൂട്ടിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കഴിഞ്ഞ വർഷം ഒരുപാട് ഇതുപോലെ വെള്ള കാന്താരി മുളകൊക്കെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നും ഇഡ്ഡലി തന്നെയാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഫുഡിന് കുറച്ചും കൂടെ എനിക്കിപ്പോൾ ഇഷ്ടം കൂടി തുടങ്ങി കേട്ടോ. പുട്ടും ഇഡ്ഡലിയൊക്കെയാണ് ഇപ്പോൾ ഞാൻ അധികം കഴിക്കുന്നത്. അപ്പോൾ അത് ഇന്നും ഇഡ്ഡലി തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കാന്താരി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടി നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ ബാൽക്കണിയിലേക്ക് പോയി. ഭയങ്കര പൊടിയാണ്, തൊട്ടപ്പുറത്ത് തന്നെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര പൊടിയാണ്. വാഷിംഗ് മെഷീനിലൊക്കെ കവർ ഇട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ അതേ നമ്മുടെ തോട്ടത്തിൽ തക്കാളിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പാവയ്ക്ക ചെടി നല്ല പോലെ വന്നതാണ്, വെള്ളം കൂടിയിട്ടാന്ന് തോന്നുന്നു ചീഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ തോട്ടത്തിലുള്ള വേറൊരു മുളകാണ് കറുത്ത മുളക് കേട്ടോ. അപ്പോൾ ഇത് പഴുക്കാനായിട്ട് ഞാൻ വിട്ടിരിക്കുകയാണ്, ഒന്ന് വിത്തിനും പിന്നെ നമ്മൾ കുറച്ച് ചില്ലി പേസ്റ്റൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ചേർക്കാനും വേണ്ടിയിട്ട് മുളക് പഴുക്കാനായിട്ട് വിട്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ കാന്താരിയൊക്കെ ചേർക്കുന്നുണ്ട് ചില്ലി പേസ്റ്റിൽ. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ കുറച്ച് എന്താ പറയുക, നമ്മുടെ കാന്താരി എന്താ പറയുക, ഇതിന് അരിമുളക് എന്ന് പറയും അല്ലേ, വെള്ള കളറ് അരിമുളകാണ് കേട്ടോ. സോറി, കാന്താരി അല്ല, പക്ഷെ നല്ല എരിവാണ് ഈ മുളകിന് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 4-5 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എനിക്ക് കാന്താരിന്ന് തന്നെയാണ് വരുന്നത് കേട്ടോ വായിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു അരിമുളക്, വെള്ള അരിമുളക് പഴുത്തതും പച്ചയും ഒക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചൊരു നല്ലൊരു ചമ്മന്തി അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ തോട്ടത്തിൽ തന്നെ നമ്മുടെ ചെറിയ ഒരു കുഞ്ഞു കൃഷിയിലുണ്ടായ മുളകൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് നല്ല പോലെ അരയ്ക്കുന്നില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിൽ എന്താ പറയുക, കഷ്ണങ്ങളൊക്കെ ഉള്ള പോലെ തന്നെ ചതച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ചതയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് താളിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഉള്ളിയൊക്കെ അരയാതെ കിടക്കുന്നുണ്ട്. എന്തായാലും ഞാനിതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഡ്ഡലിക്ക് ഞാൻ എന്താ പറയുക, മാവ് നമ്മൾ അരച്ച മാവല്ല കേട്ടോ, നമ്മൾ പാക്കറ്റ് മേടിച്ചതാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ ഇഡ്ഡലിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ മാവ് കിട്ടാറുണ്ട്. ഞാൻ ഇഡ്ഡലിയുടെ മാവ് ഞാൻ അങ്ങനെ എപ്പോഴും അരയ്ക്കാറില്ല, കാരണം ഇതങ്ങനെ മക്കളൊന്നും ഇഡ്ഡലിയോട് അവർക്കൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കുമെന്നല്ലാതെ എന്നും ഉണ്ടാക്കി കഴിക്കാമെന്ന് കൊടുത്താൽ അവർ കഴിക്കില്ല. അവർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്തായാലും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ കഴിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഒരു വെള്ളക്കാന്താരി ചമ്മന്തി കൂട്ടി ഇഡ്ഡലി കഴിക്കാൻ സൂപ്പറായിട്ടുണ്ട്, നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മുളകൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് കൃഷി ചെയ്തെടുക്കാം. നമുക്ക് മുളകൊക്കെ വേഗം പിടിച്ച് കിട്ടുന്നൊരു ഇതാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മുളകിൻ്റെ വിത്ത് തന്നെ ഇട്ടാൽ പെട്ടെന്ന് മുളച്ച് കിട്ടുന്നതും കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.